ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് നെത്തോലി മീൻ പീര വറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇടികല്ല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 2 ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും, പിന്നെ ഒരു 10-15 അല്ലി നമ്മുടെ കൊച്ചുള്ളിയും, പിന്നെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മാങ്ങയാണ്. ഇത് ഞാനൊരു പാതി മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും, ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതുപോലെ ചതച്ചെടുക്കണം, അരഞ്ഞു പോകാൻ പാടില്ല. ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മാങ്ങായും തേങ്ങയും മീനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പെടുത്ത മിക്സിയില്ലേ, അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട്, ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നു നോക്കണം തിള വരുന്ന സമയത്ത്. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇളക്കിയരുത്, മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് ഈ വെള്ളം വറ്റുന്ന വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് കടുക് വറുത്തെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടാവുമ്പം. പിന്നെ നമുക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ട് വറ്റൽമുളകും ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മീനിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ ഈ കടുക് വറുത്തയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.